Hi everyone, welcome to Sam's Wellness, Dr. Sanjana VB. ഇന്ന് നമുക്ക് പംകിൻ സീഡ്സിനെ കുറിച്ച് പറയാം. പംകിൻ സീഡ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് സ്നാക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സീഡാണ്. നമ്മളിപ്പോൾ ചിയാ സീഡൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ പംകിൻ സീഡ്സ് അഥവാ മത്തൻ കുരു നമുക്ക് മാർക്കറ്റിൽ പെപ്പീറ്റാസ് എന്ന പേരിലും അവൈലബിൾ ആണ്. പെപ്പീറ്റാസ് പംകിൻ സീഡ്സ് തന്നെയാണ്. അതിന്റെ മുകളിലുള്ള ആ ഹൾ അഥവാ അതിന്റെ ആ സ്കിൻ മാറ്റിക്കഴിഞ്ഞാൽ അതിനെ പെപ്പീറ്റാസ് എന്നാണ് വിളിക്കുക. ഇത് റോസ്റ്റ് ചെയ്തിട്ട് സ്നാക്കായിട്ട് കഴിക്കാം. അപ്പോൾ പംകിൻ സീഡ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? പംകിൻ സീഡ്സിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. വൈറ്റമിൻ ഇ, ഫിനോളിക് കോമ്പൗണ്ട്സ്, സ്ക്വാലിൻ തുടങ്ങിയ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ ആന്റി ഓക്സിഡൻസ് ഉള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഫുഡ് ഐറ്റംസും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ശരീരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് തടയാൻ സഹായിക്കും. ഫ്രീ റാഡിക്കൽസിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഏജിങ് വരും. അതുപോലെ തന്നെ ഒരുപാട് ഡിസീസസ് നമ്മുടെ അവയവങ്ങൾക്ക് വരും. ഓർഗൻ ഡിസീസസ് വരും, ഹാർട്ടിനും ലങ്സിനും എല്ലാം. അപ്പൊ അത് തടയുവാൻ ആന്റി ഓക്സിഡൻസ് ഉള്ള ഏത് ഭക്ഷണവും വളരെ നല്ലതാണ്. അപ്പൊ ഇതില് വൈറ്റമിൻ ഇ, കരോട്ടിനോയിഡ്സ്, സ്ക്വാലിൻ തുടങ്ങിയ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആന്റി ഓക്സിഡൻസിന് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ ചില പ്രത്യേക ക്യാൻസറുകൾ തടയുവാനും ഈ മത്തൻ കുരുവിന് സാധിക്കും. അതായത് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന ക്യാൻസർ, അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന വീക്കവും, അതായത് BPH, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ അഥവാ ഹെപ്പട്രോഫി തടയുവാനുള്ള ഒരു കഴിവ് ഈ മത്തൻ കുരുവിനുണ്ട്. പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അതിന് വളരെ നല്ലതാണ് മത്തൻ കുരു. അതായത് നമുക്ക് ഈ ഒരു കോശങ്ങളുടെ ക്രമാതീതമായ വളർച്ച ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻസേഴ്സിനും. അപ്പൊ ഈ കോശങ്ങളുടെ സെൽ ഡെത്ത്, അപ്പോപ്റ്റോസിസ് എന്ന് പറയും, അത് സഹായിക്കുന്നുണ്ട് ഈ ഒരു മത്തൻ കുരു. അതില് സ്ക്വാലിൻ ആന്റി ഓക്സിഡൻസ്. അപ്പോ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് മത്തൻ കുരുവിന് ഈ ഒരു കാര്യത്തിലുള്ളത്. അതുകൂടാതെ ഈ ഒരു മത്തൻ കുരുവിന് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? നമ്മുടെ ഹാർട്ടില് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ക്ലോട്ട് ഉണ്ടാവുന്നത് തടയുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഫൈറ്റോസ്റ്റിറോൾസ്, അത് ഇതിലുണ്ട്. പിന്നെ നൈട്രിക് ഓക്സൈഡ് ജനറേറ്റ് ചെയ്യും. അതായത് ഈ നൈട്രിക് ഓക്സൈഡിന് നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ BP കുറയ്ക്കുവാനും മത്തൻ കുരു സഹായിക്കുന്നുണ്ട്. അപ്പോൾ പംകിൻ സീഡ്സിൽ ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കുവാനും ഉള്ള ഒരു കഴിവുണ്ട് പംകിൻ സീഡ്സിന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കുവാനും ഇതിന് സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസ് റെഗുലേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഏജിങ്ങും തടയുവാൻ സഹായിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല. അപ്പോൾ ജനറലി ഒരു സ്കിന്നിന്റെ ഗ്ലോ ഇംപ്രൂവ് ചെയ്യുവാനും പംകിൻ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ സഹായിക്കും. അതൊരു ബ്രെയിൻ ഡാമേജ് തടയും. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഒക്കെ തടയുവാൻ പംകിൻ സീഡ്സിന് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് സാധിക്കും. ഇത് ഒരുപാട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഒലീക് ആസിഡ്, ലിനോനിക് ആസിഡ് തുടങ്ങിയവ. ഇവയെല്ലാം നമ്മുടെ ഹെൽത്തിന്, ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ബ്രെയിനിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഈ മത്തൻ കുരു വളരെയധികം മിനറൽസ് ഉള്ള ഒന്നാണ്. മിനറൽസ് എന്ന് പറയുമ്പം മെഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയാണ്, സെലീനിയം, ഇവയൊക്കെയാണ് വളരെ നല്ല മിനറൽസ് ആണ് നമ്മുടെ ശരീരത്തിനും. ഇവ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ബോൺ ഹെൽത്തും ഹാർട്ട് ഹെൽത്തും ഒക്കെ മെച്ചപ്പെടും. അപ്പോൾ ഈ ഒരു മത്തൻ കുരുവില് ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ മെഗ്നീഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കും, നമുക്ക് നല്ല ഉറക്കം കിട്ടുവാൻ സഹായിക്കും. അതുപോലെ ട്രിപ്റ്റോഫാൻ ഉണ്ട്. ട്രിപ്റ്റോഫാൻ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. അപ്പൊ അത് ഈ മത്തൻ കുരുവിലുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾക്ക് നല്ല ഉറക്കവും മെന്റൽ ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും എല്ലാം ഇമ്പ്രൂവ് ആവും മത്തൻ കുരു കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഹാർട്ട് ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും വളരെയധികം മെച്ചപ്പെടുത്തുവാൻ നല്ല ഒരു സീഡാണ് പംകിൻ സീഡ്. അത് കൂടാതെയാണ് നമ്മുടെ ഈ യൂറോളജിക്കൽ ഹെൽത്തും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഹെൽത്ത് ഇതൊക്കെ മെച്ചപ്പെടുത്തുവാൻ മത്തൻ കുരു സഹായിക്കുന്നത്. പംകിൻ സീഡ്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, ഇപ്പം മിനറൽസ് ഉണ്ട്. പിന്നെ ഏതെല്ലാം വൈറ്റമിൻസ് ഉണ്ട് നോക്കിയാൽ വൈറ്റമിൻസ് ഇ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ ഇ. അത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് പ്ലസ് നമ്മുടെ ഓർഗൻ ഹെൽത്തിനെ സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു മത്തൻകുരു നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങൾ അതിനെക്കൊണ്ട് ലഭിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കഴിക്കുമ്പം റോസ്റ്റ് ചെയ്ത് കഴിക്കാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുതിർത്തിട്ട് കഴിക്കാം, സ്പ്രൗട്ട് ചെയ്ത് കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എല്ലാവരും ജനറലി റോസ്റ്റ് ചെയ്താണ് ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് മത്തൻകുരു കഴിക്കാറുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലെ ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് കുറഞ്ഞു കിട്ടും. അതൊരു നല്ല വസ്തുവല്ല. ഫൈറ്റിക് ആസിഡ് നമ്മളെ മിക്ക വെജിറ്റബിൾസിലും സീഡ്സിലൊക്കെ ഉണ്ടാവും. അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റു മിനറൽസിന്റെ, ധാതുക്കളുടെ അബ്സോർപ്ഷൻ ശരീരത്തിൽ കൃത്യമായി നടക്കും. അതിന് വേണ്ടിയിട്ടാണ് റോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്നാക്ക് ഐറ്റം ആണ്. ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സീഡാണ് പംകിൻ സീഡ്. ചിയ സീഡിന്റെ ഒപ്പം തന്നെ നമുക്ക് പംകിൻ സീഡും കഴിക്കാവുന്നതാണ്. കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്.